ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. ടേണിംഗ് പോയിന്റ്സ് നമ്മൾ അറിയാതെ മനസ്സിൽ വരും. വർഷം പഠിച്ചിട്ട് ബാക്കി പഠിക്കാമെന്നുള്ള ചിന്ത വിട്ടിട്ട് കണ്ടന്റ് പഠിക്കുക. അപ്പോൾ റിലേറ്റഡ് കണ്ടന്റ് ഇവൻറ്റ്സ് മനസ്സിൽ വരും. റിയലായിട്ട് ഡേറ്റ് വരും. 1789 അല്ലേ? ഫ്രഞ്ച് റെവല്യൂഷൻ. ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? 1789 കറക്റ്റ്. 1789. അപ്പം അങ്ങനെ ചില ഡേറ്റ്സ് നമുക്ക് ഓർക്കാൻ പറ്റും. ചില ഡേറ്റുകൾ മറ്റു ചില ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് മറക്കത്തില്ലല്ലോ. ഏത് ഇയറാ? 73. ആ ഇയറിൽ നടന്ന ഇന്റർനാഷണൽ ഇവന്റ് എന്താ? ബോസ്റ്റൺ ടീ പാർട്ടി. അതിന്റെ റീസൺ എന്തായിരുന്നു? അല്ല, ഞാൻ ഇവിടുന്ന് ആരെങ്കിലും ഇപ്പം ബാസിയോ അല്ലെങ്കിൽ രാജീവോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പെരിയെ സംസാരിക്കാമെന്ന്? എൻ്റെ ക്ലാസ്സിൽ വേണ്ട. കൂവാണെങ്കിൽ കൂവിക്കോ, കുഴപ്പമില്ല. പക്ഷെ റെക്കോർഡ് ചെയ്യുന്ന ഓർത്തോണം. അപ്പം ഞാൻ പറഞ്ഞത് 1773 ഇമ്പോർട്ടൻസ് എന്താ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാന്ന് പറഞ്ഞു? ബോസ്റ്റൺ. വാട്ട് ഈസ് ബോസ്റ്റൺ ടീ പാർട്ടി? ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ബോസ്റ്റൺ ഏത് ടാക്സ്? ടീ ടാക്സ് നേരത്തെ അടച്ചുകൊണ്ടിരിക്കില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഒരു പാവം നാട്ടുകാരനാണ്. ഇത് മനസ്സിലാക്കിയത് എനിക്കും KS ഒന്ന് പാസ്സാവണമെന്നുണ്ട്. ഇത് പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. ഇവിടെയാണ് നമുക്ക് വരുന്ന അപാകത എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടന്റ് ഓറിയന്റ് ചെയ്യുന്നില്ല. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാരണം എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ലൈവിന്റെ കാലത്തും അതിനുശേഷം വലിയ വിശുദ്ധ മാർപ്പാപ്പ എന്ന് പറഞ്ഞ വന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്തും കുത്തഴിഞ്ഞ ഭരണമായി. വാങ്ങാവുന്നതിനൊക്കെ കാശ് വാങ്ങിച്ച് ചതിക്കാവുന്നതിനൊക്കെ മാക്സിമം ചതിച്ചതാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. കൂടെ പഠിച്ച കൂട്ടുകാരനായ ഏലിയ ഇംബയെ കൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിയാക്കിയിട്ട് ആ മനുഷ്യന്റെ കൊണ്ട് കേസ് വിധിച്ച് നന്ദകുമാർ എന്ന പാവപ്പെട്ടവനെ തൂക്കിക്കൊന്ന വ്യക്തിയാണ്. ഖജനാവിൽ പാറ്റ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്കിയിട്ട് ഇറങ്ങിപ്പോയതാണ് ആര്? യെസ്, നമ്മുടെ ഒരു പഴയ ഫ്രേസാണ്. നോട്ട് ഈവൻ എ കോക്രോച്ച് ഇൻ ദി ട്രഷറി. ഇതാണ് പണ്ടത്തെ ഒരു കമൻ്റ് ഉണ്ട്. അത് വെച്ചാൽ ഞാൻ ഹിസ്റ്റോറിക്കൽ കമൻ്റാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ ഉള്ളതാണ്. അങ്ങനെ ചില കമൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് പഠിത്തത്തിൽ നമുക്ക് ഇംപ്രസ് ചെയ്യുന്ന പോയിന്റ്സ്. അപ്പം അങ്ങനെയുള്ള ഖജനാവ് നന്നാക്കണം. 1. 2, കൂനിമേ കുരുവെന്ന് പറഞ്ഞ പോലെ കമ്പനിയുടെ അവതാളത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയിൽ പിള്ളേർ തന്തയ്ക്കെതിരായി ബഹളം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പ്രോഡിഗൽ സൺസ് റെവല്യൂഷൻ അഗൈൻസ്റ്റ് ദ മദർ എന്ന മദർ ഇംഗ്ലണ്ടാണ്. അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ പുരയിടം പ്രത്യേകം ഞങ്ങൾക്ക് തരണം എന്നും പറഞ്ഞ് ഉള്ള സമരമായിരുന്നു ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസി. അതിന് കാരണം എന്തായിരുന്നു? ഉള്ളതിന് തൊട്ടതിനും പിടിച്ചതിനും ടാക്സ്. അതുകൊണ്ട് അവരെന്ത് മുദ്രാവാക്യം ഉണ്ടാക്കി? അത് മുഴുവനൊന്ന് പറഞ്ഞേ. ആ ഡെഫിനിഷൻ മുഴുവൻ പറ. അല്ല, അത് ഞാൻ മനസ്സിലായി. അതിന് മുമ്പുള്ള എന്താ? എന്തിനാ അവരെങ്ങനെ പറഞ്ഞത്? Tax is the gift of the people to the government to represent them in parliament. No taxation without a representation. അർത്ഥം ക്ലിയർ ആയോ? Tax is what? Gift of the people to the government to represent them in parliament. മാസാമാസം ടാക്സ് ഞങ്ങളുടെ നിന്ന് പിരിക്കുന്ന അല്ലാതെ ഞങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു MPയോ MLAയോ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മേലാൽ ടാക്സ് വരുത്തില്ല. ടാക്സ് എന്ന് പറയുന്നത്, നികുതി എന്ന് പറയുന്നത് ജനങ്ങളെ
നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നതിന് പകരമായി അവർ നിയമസഭയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, അതുകൊണ്ട് സമ്മാനവും ഇല്ല. ദ ഫേമസ് സ്ലോഗൻ മെയ്ഡ് ബൈ തോമസ് പെയിൻ. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന പാംലെറ്റിൽ ലഘുലേഖയിലെ വാചകമാണിത്. അതാണ് ചുരുക്കി നോ ടാക്സേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. മനസ്സിലാകുന്നോ? ഇനിയും മറക്കത്തില്ലല്ലോ ഇന്ന്. അപ്പോൾ എൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇവിടുന്ന് ബോസ്റ്റണിൽ പോയ തേയില എവിടുന്നാണ് പോയത്? ഇന്ത്യയിൽ നിന്ന്. 1773 72 ഒക്ടോബർ 4-ാം തീയതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 24 പേരടങ്ങുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. യു മസ്റ്റ് ഗീവ് അസ് എ ലോൺ, കമ്പനി ഈസ് ഇൻ ബാങ്ക്രപ്സി. ലോൺ തരണം. ഗവൺമെന്റിന് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇതാണ് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു കാരണം? പോയിന്റ്. പ്രൈവറ്റ് കമ്പനിയാണിത്. പ്രൈവറ്റ് കമ്പനി കാശ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഒരു മോഡി എവിടെണ്ടെന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ആഴ്ച പത്രം എന്താ പറഞ്ഞത്? ഫിനാൻസ് മിനിസ്റ്റർ എന്താ പറഞ്ഞത്? തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു എന്നാ പറഞ്ഞത്. അവനതുകൊണ്ട് മുങ്ങി. ഇതുപോലെ കമ്പനി മുങ്ങിയാൽ പാർലമെന്റ് ഉത്തരം പറയണം. അതുകൊണ്ട് പാർലമെന്റ് ചെയ്തു കാശ് കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം കഴുത്തല്ലേ ചരട് കിട്ടാൻ കഴുത്ത് കൊണ്ട് വെച്ചെന്നാ. കാശ് കൊടുക്കുകയും വേണം, പക്ഷേ ഒരു കൺട്രോള് വേണം. അങ്ങനെയാണ് എന്ത് പാസ്സാക്കിയത്? വാട്ട് ഈസ് റിലേറ്റിംഗ് ആക്ട്? It was an act passed by the British Parliament in 1773 to give a loan to the British company on which a regulatory system was made with the company known as the Relating Act. It is an first act of a control over East India Company. സ്വകാര്യ കമ്പനിയായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുറത്ത് ആദ്യമായി കൊണ്ടിരുന്ന ഗവൺമെന്റ് നിയന്ത്രണമാണ് ഇത്, റെഗുലേറ്റിംഗ് ആക്ട്. അങ്ങനെ കന്നു. ആ കാശും കിട്ടി. കാശ് കിട്ടിയപ്പം വിധം മാറി. ലോൺ ബാങ്കിൽ നിന്ന് ഒപ്പിട്ടെടുത്തു. എല്ലാ കണ്ടീഷനും അടിയിൽ ഒപ്പിട്ടു. എന്നിട്ട് ചോദ്യം മാനടുത്തെന്താ? സാർ ഇത് എന്തെങ്കിലും എഴുതി തള്ളുവോ? തിരിച്ചു കൊടുക്കാതിരിക്കാമോന്ന്. വാങ്ങിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതുപോലെ കമ്പനി എന്ത് പറഞ്ഞു? സാറേ, കാശ് തിരിച്ചു തരണമെങ്കിൽ ഒരു സഹായം കൂടെ ചെയ്യണം. എന്താ സഹായം? നീലഗിരിയില്, മൂന്നാറില്, ആസാമില് ഞങ്ങളുടെ ടീ പ്ലാന്റേഷനിലെ ലോകത്തിലെ നമ്പർ 1 തേയില കഴിഞ്ഞ ഒക്ടോബറിലെ പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വില കിട്ടിയ തേയിലയ്ക്ക്, ആസാം തേയിലയ്ക്ക് 1 കിലോയ്ക്ക് 3600 ചില്ലുവാനം രൂപ. കാരണം 100 കൊല്ലം പഴക്കമുള്ള തേയിലച്ചെടിയിൽ നിന്നാണ് ആ തേയില. നമ്മളിവിടെ 3 കൊല്ലം കഴിയുമ്പോൾ വെട്ടിക്കളയും. അപ്പം അത്രയും പഴക്കമുള്ള നമ്പർ 1 തേയിലയാണ്. അത്രയും തേയിലയാണ് മൂന്നാറിലെ കാലാവസ്ഥയിലൊക്കെ ഉള്ളത്. ആ തേയില കെട്ടിക്കിടക്കുന്നു. ഇത് ഞങ്ങൾക്ക് എവിടെ വിൽക്കണം? അമേരിക്കക്കാർ തേയിലയിൽ നല്ല ചായ കുടിക്കുന്നവരാ. അവിടെ അവർ തേയില ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ തേയില ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് പാക്കറ്റിനകത്താക്കി ടാക്സ് വെച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. അവൻ ഉൽപ്പാദിപ്പിച്ച തേയിലയ്ക്ക് അവൻ ടാക്സ് കൊടുക്കണം. ഇവിടെ മൂന്നാറിൽ നിന്നും ലോകോത്തരമായ തേയില കമ്പനിക്കാരൻ എങ്ങനെ ചെയ്യണം? ടാക്സ് ഫ്രീ ആയി അമേരിക്കയെ വിൽക്കാൻ സഹായിക്കണം. സമ്മതിച്ചു, കാരണം കാശ് കിട്ടണ്ടേ. പക്ഷെ അമേരിക്കാരൻ്റെ വിഷമം എന്താ? അവൻ ഉൽപ്പാദിപ്പിച്ച തേയില ടാക്സ് കൊടുക്കേണ്ടി വന്നാലും അവൻ്റെ തേയിലയ്ക്ക് കാശ് കിട്ടണ്ടേ. ഇപ്പം ഇവിടെ ചെന്നാൽ വാങ്ങിക്കാൻ പറ്റുമോ? ആ തേയില ഒരിക്കലും നമ്പർ 1 വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയതാണ് ഏത്? മാസച്ചുസെറ്റ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ബോസ്റ്റൺ തുറമുഖത്ത് ഇന്ത്യയിൽ നിന്ന് പോയ നമ്പർ 1 തേയില. അവർക്ക് വാശി വന്ന് അവിടുത്തെ CAT-കാരാണ് റെഡ് ഇന്ത്യക്കാർ, പഴയ അവിടുത്തെ അബോറിൻസ്. അവരുടെ വേഷത്തിൽ വിപ്ലവകാരികൾ ഡ്രസ്സിട്ട് കപ്പലിൽ കയറി അതിനകത്തുള്ള തേയിലയെടുത്ത് കടലിലിട്ട് കൊടുത്തു. അങ്ങനെ ലോകത്തിൽ ആദ്യമായി ഇന്ത്യൻ തേയിലയുടെ രുചി അമേരിക്കൻ പസഫിക് അറ്റ്ലാന്റിക് ഓഷനിലെ മത്സ്യങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് അവരാണ് ആദ്യത്തെ
ജലജീവികൾ ഇന്ത്യൻ തേയിലയുടെ പരസ്യക്കാർ ആരാണ്? പസഫിക് ഫിഷസ്. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ക്ലിയർ ആയോ? ഇത്രയും കഥയൊന്ന് പഠിക്കണം. കേട്ടില്ല? അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അതാ പറഞ്ഞ പസഫിക് അല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത നിയമം കൊണ്ടുവന്നു. അവൻ ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. അവൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കാൻ എന്ത് ആക്ട് കൊണ്ടുവന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1864. 1864. ഈ രണ്ട് ആക്ടുകളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുറത്തുള്ള ഫസ്റ്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഇങ്ങോട്ട് കാണുന്ന എല്ലാം റെസ്ട്രിക്ഷൻസാണ് എന്ന് പറയുന്നത്. 1773 മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കഴുത്തെ ഞെക്കി തുടങ്ങി ആര്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. 833 ചാർട്ടർ ആക്ടിൽ പറഞ്ഞു മേലാൽ കുത്തകയില്ല. കള്ളക്കടത്ത് നടത്താം ചങ്കൂറ്റമുണ്ടെങ്കിൽ. എവിടെ? ചൈനയിൽ. അതാണ് ചൈന ട്രേഡ്. എന്താ ചൈന ട്രേഡ്? ഓപ്പിയം, കറുപ്പ്. കള്ളക്കടത്ത് അവകാശം ഉണ്ടായിക്കൂ. ഇന്ത്യയിലില്ല. 53 എല്ലാം മൊണോപ്പൊളി നിർത്തി. ദീസ് ആർ ദി ഇവന്റ്സ്. ഇതാണ് ഇവിടെ ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പം ഇത് രണ്ടും കൂടെ ഓർക്കുക. 1773 ഓർക്കുമ്പോൾ നമ്മൾ രണ്ടും ഓർക്കും. അതുപോലെ ഇന്ത്യയിലെ ചില ഈവൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഈ ശ്രീമൂലം അസംബ്ലി, ഇവയൊക്കെ തന്നെ അതിൻ്റെ ഡേറ്റുകൾ ചിലവുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇനി ഞാൻ പറഞ്ഞ നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞത് വീണ്ടും പറയുന്നു. അതിനകത്തുള്ളത് ഈ എൻലൈറ്റൻ റൂളേഴ്സിനെ കുറിച്ചുള്ള റീഫോംസ് എല്ലാം അതിനകത്തുണ്ട്. അത് ഓരോന്നായി പഠിക്കണം. അതിൻ്റെ നാഷണൽ മൂവ്മെൻറ്റിന് പ്രധാന വന്നത് ഏതൊക്കെ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അതിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ സമരം, ആൻറ്റി ബ്രിട്ടീഷ് സമരം എന്ന് പറയുന്നത് പഴശ്ശി റിവോൾട്ടാണ്. ആ പഴശ്ശി റിവോൾട്ട് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഉണ്ട്. അതുകൂടെ അതിൻ്റെ ബന്ധപ്പെട്ട് വരുന്നതാണ് വേലുത്തമ്പി ദളവയുടെ കുണ്ട്ര പ്രൊക്ലമേഷനും കാര്യങ്ങളും. അത് പഠിക്കുമ്പോൾ ഇനി ഹിസ്റ്ററിയും കൂടെ ലിങ്ക് ചെയ്യുക. 1804 മുതൽ ഉള്ളതാണ് പൈക്ക് റെബലിയൻസ്. അത് കഴിഞ്ഞ് 1806 നടന്നതാണ് വെല്ലൂർ മ്യൂട്ടണി. 809 കുണ്ട്ര പ്രൊക്ലമേഷൻ ഓഫ് വേലുത്തമ്പി. ക്ലിയർ ആയല്ലോ? ആ ഡേറ്റ് ക്ലിയർ ആകുന്നല്ലോ. ഇങ്ങനെ കുറച്ച് ഓർത്താൽ മതി. 1857 മ്യൂട്ടണിക്ക് തൊട്ട് മുൻപ് നടന്ന സമരം സന്താൾ റെബലിയൻ. അങ്ങനെയുള്ളത് ഓർത്തു പോവുക. അതിന് ഡേറ്റും കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് ഇറ്റ്. ഇപ്പം പഴശ്ശി റിവോൾട്ടിന് റീസൺ എന്താ? പഴശ്ശി രാജ കോട്ടയം കേരളവർമ്മ അദ്ദേഹം വയനാട് കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. But the Mysorean attack, particularly by the son Hyder, പാപ്പായെക്കാളും വീരൻ ഹൈദരാലിയായിരുന്നു. ഹൈദരാലിയെക്കാളും ടിപ്പു ആയിരുന്നു. അപ്പം ടിപ്പുവിൻ്റെ തുടർച്ചയായ മലബാർ ആക്രമണം, മലബാർ റൂളേഴ്സ് ബ്രിട്ടീഷുകാർക്ക് തലവേദനയാണ്. അതുകൊണ്ട് they sought the help of പഴശ്ശി രാജ. കാരണം പഴശ്ശി രാജ collected the tax in Wayanad area as a customary ownership. But the British company found this area is suitable for attacking Tipu. വയനാട് പ്രദേശത്തിൽ കൂടെ പോകുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ആ രാജാവിനോട് വയനാട് തങ്ങൾക്ക് തൽക്കാലത്തേക്ക് വിട്ടുതരാൻ പറഞ്ഞു, യുദ്ധത്തിന് വഴിയുണ്ടാക്കാൻ. രാജാവ് എഗ്രീഡ്. അങ്ങേർക്കും അത് ആവശ്യമായിരുന്നു. പക്ഷെ ടിപ്പുവുമായി നടന്ന യുദ്ധം കഴിഞ്ഞപ്പോൾ they never returned to വയനാട്. അവിടുത്തെ കസ്റ്റമറി ടാക്സ് പിരിക്കാനും സമ്മതിച്ചില്ല. സോ പഴശ്ശി രാജ with the help of the Kurichiyar Pada agitated against the British.
They used a new warfare called the guerrilla warfare. Guerrilla warfare ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്ന ആരാ? ഇന്ത്യയിലേക്ക് ശിവജി കൊണ്ടുവന്നു. ശിവജി അത് യൂസ് ചെയ്തു. അത് കൊണ്ടുവന്ന ആരാ? It was an Abyssinian war leader, Malik Ambar. മാലിക് ആഫർ ഉണ്ട്, അത് അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധമാണ്. ഇത് മാലിക് അംബർ. എന്താ ഗെറില്ല വാർഫെയർ? ഒളിപ്പോര്. അതിനെന്തിനാ ഗെറില്ല എന്ന് പേര് കിട്ടിയത്? ആഫ്രിക്കൻ കാടുകളിലെ ഗെറില്ലകൾ കാട്ടിലെ ഭക്ഷണങ്ങൾ പലപ്പോഴും ഇല്ലാതാവും. ഇന്നിപ്പം നമ്മുടെ കേരളത്തിലുള്ള പോലെ ആനയും പന്നിയുമൊക്കെ നാട്ടിൽ വരുന്നു. അവരുടെ മുമ്പിലോട്ട് നാട്ടുകാർ ചോദിക്കുന്നു, എന്തിനാടാ ഞങ്ങളുടെ പന്നി തിന്നുന്നേ? പന്നി എന്ത് പറയുന്നു? എടാ പന്നി, നീയൊക്കെ കൃഷി ചെയ്ത സ്ഥലം എനിക്ക് ഉള്ളതായിരുന്നു, അത് വെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് തിന്നാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാ തിന്നെന്ന് പറഞ്ഞു. ആനയും അതൊക്കെ പറഞ്ഞു. ഇതുപോലെ ആ കാടുകളിലെ നടുക്ക് ഭാഗങ്ങളിൽ വെട്ടിത്തെളിച്ച് വില്ലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ട്രൈബൽ വില്ലേജസ് ഇൻ ആഫ്രിക്ക. ഇനി ചുറ്റും താമസിക്കുന്ന ഗെറില്ലകൾക്ക് തീറ്റ കിട്ടാതെ വരുമ്പോൾ അവ വില്ലേജിൽ കയറി ഓംലെറ്റും ബിരിയാണിയും എടുത്ത് തിന്നുകൊണ്ട് പോകും. അതിനെ ആക്രമണിക്കണം. അതിനവരെന്ത് ചെയ്യുന്നു? കാട് വളയും. കാട് വളഞ്ഞിട്ട് ഏറ്റവും ശക്തിയുള്ളൊരു ഗെറില്ല ഗ്രാമത്തിന് നടുക്കോട്ട് ചാടി വയറ്റത്തിലാണ് അടിയെ കൊടുത്ത് ആ ഇടാന്നൊക്കെ ചോദിച്ച് വേറെ ഉണ്ടാക്കും. അപ്പം ധൈര്യമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കോടാലിയും വെട്ടുകത്തി എടുത്തുകൊണ്ട് അവനെ ഓടിക്കും കൊല്ലാൻ. അവൻ്റെ ഏത് അയലത്തി അയലത്തിൽ അവരെല്ലാം ഇവിടെ ആകും, വില്ലേജിൽ നിന്ന് കാട്ടിലാവും. അവനോട് ഒരു വഴിക്ക് പോവും. ഇവർ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ബാക്കി ഒളിച്ചിരുന്ന ഗെറില്ലകൾ ഈ തീറ്റ എടുത്തുകൊണ്ട് അവരും പോവും. തിരിച്ചവർക്ക് ക്ഷീണിച്ച് വരുമ്പോൾ എടി കാപ്പി കാപ്പി എല്ലാം പോയി. ഇതാണ് ഒളിപ്പോര്. അതുകൊണ്ടാണ് ഗെറില്ല വാർഫെയർ എന്ന് പേര് കിട്ടാൻ കാരണം. അപ്പം അത്രയൊരു വാർഫെയർ ഇത് നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നുണ്ട്. കാക്കകൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാധനത്തിന് കാക്കയ്ക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതിന് നമ്മൾ കാവൽ നിൽക്കുവാണെങ്കിൽ കാക്ക നമ്മുടെ തലയിൽ കൊട്ടുകൊട്ടും. നമ്മൾ തിരിഞ്ഞു നോക്കും, മറ്റേ കാക്ക എടുത്തുകൊണ്ട് പോകും. കൊട്ടും കിട്ടി ബാക്കി പോവുകയും ചെയ്തു. ദിസ് ദ നേച്ചുറൽ ഫിനോമിനയാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ആ ഗെറില്ല വാർഫെയർ ഇവിടെ കൊണ്ടുവന്നു കുറിച്ചും കാടുകളിൽ. ആദ്യം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം പഴശ്ശിരാജാവിനെ കൊല്ലുന്നു. അതിൻ്റെ കുറച്ച് ലീഡേഴ്സ് ഉണ്ട്, 50,000 കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് പഴശ്ശി റിവോൾട്ട്. ആദ്യമായിട്ട് ഒരു മാറ്റമാകുന്ന രാജാവ് പഴശ്ശി രാജാവാണ്. ആ റിവോൾട്ട് കഴിയുമ്പോൾ ആ പ്രദേശം ബ്രിട്ടീഷുകാർ പണ്ടതിൻ്റെ അവകാശികളായിരുന്ന നായപ്രമാണിമാരായ പ്രഭുക്കന്മാർക്ക് തിരിച്ചു നൽകുന്നു. ഈ പ്രമാണിമാരെ ടിപ്പു അവിടുന്ന് ഓടിച്ചതാ. എന്നിട്ട് അവിടുത്തെ ഭൂമിയില്ലാത്ത ഹിന്ദുവിനും മുസ്ലിമിനൊക്കെ അത് വീതിച്ചു കൊടുത്തു. കൂടുതലും മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരൻ വന്നപ്പം തിരിച്ച ആ സ്ഥലം മറ്റുള്ളവർക്ക് കൊടുത്തു. അപ്പം there start agitation against that enemies by the majority Muslim peasants. ഇതോടൊപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നു. ഇപ്പൊ ഡേറ്റ് ഏതാണ്ട് ഓർക്കാം, 1914, 1918 ആണ് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ ഏതാണ്ട് അതിനടുപ്പിച്ചടിച്ചാണ് ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന തങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ചുപേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് they were put into a goods wagon. ക്ലോസ്ഡ് ആണ്. അത് പോത്തന്നൂർ ഭാഗത്ത് വെച്ച് തുറന്നു നോക്കുമ്പോൾ a majority section of the POWs, prisoners of war, died of suffocation. That is called the wagon tragedy.
ഇതുപോലെ തന്നെ